Happy Mother's Day. Happy Mother's Day. Team Mothers. Happy Mother's Day. Happy Mother's Day. To all the lovely mothers up there, Happy Mother's Day. Hey guys, welcome back to your YouTube channel. ഇന്നത്തെ ദിവസത്തിന്റെ പ്രത്യേകത എന്താണെന്ന് നിങ്ങൾക്ക് അറിയായിരിക്കുമല്ലോ. ഇന്നാണ് മദേഴ്സ് ഡേ, അതായത് ലോകമെമ്പാടുമുള്ള അമ്മമാരുടെ ദിവസം. അപ്പൊ ഈ ഒരു വീഡിയോ അമ്മമാർക്ക് വേണ്ടിയിട്ടുള്ള ഒരു സ്പെഷ്യൽ വീഡിയോ ആണ്. അപ്പൊ ഈ ഒരു വീഡിയോയിൽ ഞങ്ങൾ ഇന്ന് ചെയ്യാൻ പോകുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞങ്ങൾ ഇന്ന് പുറത്ത് പോയിട്ട് കുറച്ച് ആൾക്കാരെയൊക്കെ മീറ്റ് ചെയ്യും. അവർക്ക് അവരുടെ അമ്മയെ പറ്റിയിട്ട് എന്തൊക്കെയാണ് പറയാനുള്ളതെന്ന് നമുക്കൊന്ന് കേട്ടു നോക്കാം. അപ്പൊ ഇത് വീട്ടിൽ ഡിസ്കസ് ചെയ്തപ്പോൾ ഞങ്ങൾ ഒരു കാര്യം കൂടെ തീരുമാനിച്ചു. അതായത് നമ്മുടെ ഇടയിൽ തന്നെ ഒരുപാട് ആൾക്കാർ ഒരു നേരത്തെ ഫുഡിന് വേണ്ടിയിട്ട് കഷ്ടപ്പെടുന്നുണ്ട്. അപ്പൊ അതിൽ കുറച്ച് പേർക്ക് ഒരു നേരത്തെ ആഹാരം കൂടെ കൊടുക്കാമെന്ന് ഞങ്ങൾ തീരുമാനിച്ചു. അപ്പൊ ഞങ്ങൾ ഇവിടുന്ന് പോകുമ്പോൾ അവർക്ക് വേണ്ടിയിട്ടുള്ള കുറച്ച് ആഹാരം കൂടെ കരുതിയിട്ടാണ് ഞങ്ങൾ പോകുന്നത്. അപ്പൊ അതിന് വേണ്ടിയിട്ടുള്ള കുറച്ച് മൽക്കറിയും സാധനങ്ങളൊക്കെ വാങ്ങണം. അതിനുശേഷം അമ്മയും ആര്യയും ഉണ്ണിമയും കൂടെ ചേർന്നിട്ടാണ് അവർക്ക് വേണ്ടിയിട്ടുള്ള ഫുഡും കൂടെ തയ്യാറാക്കുന്നത്. അപ്പൊ അവർക്ക് വേണ്ടിയിട്ടുള്ള ഊണും കൂടെ റെഡിയാക്കിയിട്ട് നമുക്ക് പോയിട്ട് വരാം. അതിന്റെ ഫുഡ് കഴിച്ചായിരുന്നോ? കഴിച്ചോ? ഇല്ലേ? ഹാപ്പി മദേഴ്സ് ഡേ. ആരൊക്കെ ഉണ്ട് വീട്ടില്? ഒറ്റയ്ക്കാണോ? ഒരു മധുരം ഒരു ഉപ്പുമാണ്. സോഡ. നല്ല വെയിലുള്ള ദിവസമാണ്. അരി വെയിൽ എങ്ങനെയുണ്ട്? ഭയങ്കര അന്ന് നിനക്ക് ആ ഗ്ലാസ്, എനിക്ക് ഈ ഗ്ലാസും. ഗേൾസിനുണ്ട്. നമുക്ക് ഇനിയും ഇത്രയും പൊതികളുണ്ട് കൊടുത്തു തീർക്കാൻ. ഊണ് കഴിച്ചായിരുന്നോ? ആന്റിയുടെ അമ്മയെ പറ്റിയിട്ട് ആന്റിക്ക് പറയാനുള്ള കുറച്ച് നല്ല ഓർമ്മകൾ പറയാം. മക്കളെ, എൻ്റെ അമ്മ ഞങ്ങൾ ചെറുതിലേ മരിച്ചുപോയി. നമ്മളെ വളർത്തിയത് എടുത്തതും കഷ്ടപ്പെട്ടാണ്. നമ്മള് വേറെ ഒന്നും പറയാനും അറിഞ്ഞില്ല. ഇരുന്ന കാലം നമ്മളെ നല്ലതുപോലെ വളർത്തി. അവര് അവിടെ നിന്ന് ഞങ്ങള് എൻ്റെ അച്ഛൻ്റെ സ്ഥലം തമിഴ്നാട്, എൻ്റെ അമ്മ കേരളത്തുകാരി. എൻ്റെ അച്ഛൻ ചെറുതിലേ മരിച്ചു പോയപ്പോൾ ഞങ്ങൾ അമ്മ 5 മക്കളെയും കൊണ്ട് ഈ നാട്ടിൽ വന്നാണ്, അമ്മയുടെ നാട്ടിൽ. അതിൽ 4 പേര് ഇപ്പോഴും ഉണ്ട്. ഒരാൾ നാട് വിട്ടുപോയി. കൂടുതൽ പങ്കുവയ്ക്കാനും അമ്മയായിട്ട് നമുക്ക് കിട്ടിയില്ല. ആന്റിക്ക് എത്ര മക്കളുണ്ട്? എനിക്ക് 3 മക്കളുണ്ട്. എല്ലാരും ഇവിടെ തന്നെ? എല്ലാരും എന്റെ കൂടെ ഉണ്ട്. അതിൽ 4 ചെറുമക്കളുണ്ട്. ഈ വരുമാനം കൊണ്ടാണ് നമ്മളെ ജീവിതം പോണത്. ആന്റിയുടെ ഹസ്ബൻഡ് ചെറുതിലേ ഉപേക്ഷിച്ചിട്ട് പോയി, ആളില്ല, മരിച്ചുപോയി. ഇപ്പൊ ഞാൻ അങ്ങോട്ട് ഇന്ന് വരെയും ഇങ്ങനെ ജീവിച്ചു പോന്നു. ഈ മരമൊക്കെ ഞാൻ വെച്ചതാണ്. അമ്മയെ പറ്റിയെന്ന് വെച്ചാൽ ഞങ്ങളെ നോക്കാനും എടുക്കാനും ഞങ്ങൾക്ക് ഭക്ഷണങ്ങൾ തരാനും എല്ലാം നല്ല ഒരു അമ്മയായിരുന്നു. പക്ഷെ അതിപ്പോ ഞങ്ങൾക്ക് ഇപ്പൊ നഷ്ടപ്പെട്ടു പോയി അമ്മ. അപ്പൊ അതിനു പകരം എനിക്ക് ചേച്ചിയുണ്ട്. എന്റെ അമ്മയുടെ സ്ഥാനത്ത് തന്നെയാണ് എന്റെ ചേച്ചി. അമ്മയെ പറ്റിയിട്ട് എന്തെങ്കിലും പെട്ടെന്ന് ഓർത്തിരിക്കാൻ പറ്റിയിട്ട് എന്തെങ്കിലും മൊമെന്റ് ഉണ്ടോ? അമ്മ ഞങ്ങളവിടെ പാട്ട് പാടും, ഓണപ്പാട്ട് പാടും. ഞങ്ങൾക്ക് അവസാനമായിട്ട് ഭക്ഷണമൊക്കെ തന്നപ്പോഴത്തേക്ക് ഓണപ്പാട്ടൊക്കെ പാടിയാണ് അമ്മ അത് അവസാനിപ്പിച്ചത്. ഇനി അടുത്ത വർഷം ഓണം കാണില്ല, ഞാൻ ഈ വർഷം കൂടെ ഉള്ളൂ എന്ന് പറഞ്ഞ് തന്നെയാണ് അമ്മ ഞങ്ങൾക്ക് ഭക്ഷണമൊക്കെ തന്നത്. നിങ്ങൾക്ക് ഇനി ഒരു അമ്മ, ഇതുപോലത്തെ ഒരു അമ്മ നമുക്ക് കിട്ടില്ല. പറകല്ലും അതൊക്കെ പൊട്ടിച്ച് അതിനെ ചെറിയായിട്ട് മുറുക്കി അങ്ങനെ കഷ്ടപ്പെട്ടാൽ ഒരു കുട്ടയ്ക്ക് 5 രൂപ വെച്ച് അന്ന് കൊടുത്തിരുന്നു. അന്ന് കൊടുത്ത് അങ്ങനെയൊക്കെയാണ്. പണ്ട് ആഹാരമില്ലാതെ നമ്മളിങ്ങനെ നടക്കുന്ന സമയത്ത് അമ്മ കൊണ്ടുവരുന്ന ഒരു ഭക്ഷണത്തിന് വേണ്ടിയിട്ട് നമ്മൾ കാത്തിരിക്കും. ഒരു വൈകുന്നേരങ്ങൾ അപ്പോൾ അമ്മ കൊണ്ടുവരുമ്പോഴത്തേക്ക് അത് കഴിക്കുന്ന സമയത്തുള്ള ഒരു ഫീലിംഗ് നമുക്ക് മനസ്സിലായി. അല്ലാതെ അതിനെ പൊലിപ്പിച്ച് പറയാനൊന്നും എനിക്കറിയാം. അതാണ് അമ്മ എന്ന് പറയുമ്പോഴത്തേക്കും നമുക്ക് എപ്പോഴും സ്നേഹവും സന്തോഷവും അതൊക്കെ, അല്ലാതെ വേറെന്ത് പറയാം. അമ്മയെന്ന് പറഞ്ഞ മഹാസാഗരം. അമ്മ എന്ന് പറയണ നമുക്ക് ദൈവം പോലെയല്ലേ അല്ലേ? അമ്മ നമ്മളെ ബർത്ത്ഡേ ഒക്കെ വരുമ്പോഴത്തേക്ക് നമുക്ക് ഭയങ്കരമായിട്ട് ആഘോഷിച്ചിട്ട് ആ സമയത്ത്
എവിടെ താമസിക്കണങ്ങളെ? എന്റെ സ്ഥലം വന്നിട്ട് ഇവിടെ കോവളം, പാവണം. വെങ്ങാടിന്റെ അടുത്തായിട്ട്. വീട്ടിൽ ഞാൻ മാത്രമേ ഉള്ളൂ. ഒറ്റയ്ക്കാ താമസം? എന്റെ ചെറുമാനും കൂടെ ഉണ്ട്. ഞങ്ങൾ രണ്ടുപേര് മാത്രമേ ഉള്ളൂ. അമ്മയുടെ അമ്മയെ പറ്റിയിട്ട് എന്തെങ്കിലും ഓർമ്മകൾ വല്ലതും ഉണ്ടോ? അവര് മരിച്ചുപോയി. എനിക്ക് പറയാൻ അറിയുന്നുണ്ടോ? ആ, ശരി. മതിയോ? മതി 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 മതി. ഇപ്പം ഞാൻ എന്തെങ്കിലും അയച്ചിട്ടുണ്ടെങ്കിൽ അത് എന്റെ അമ്മ കാരണമാണ്. എന്നെ ഹെൽപ്പ് ചെയ്യാനും എന്നെ മെന്റർ ചെയ്ത് എന്നെ ഒരു ലെവലാക്കുന്നത് വരെ അമ്മ നമ്മളെ നോക്കി തന്നെ വീട്ടിൽ തന്നെ ഇരിപ്പുണ്ട്. അപ്പം ഇപ്പൊ ഞാൻ എന്താണ് ആയിട്ടുള്ളത് അതെന്റെ അമ്മയ്ക്ക് വേണ്ടിയിട്ട് സമർപ്പിക്കുവാണ്. ഒരു ഓർമ്മ ഷെയർ ചെയ്യാൻ പറഞ്ഞു കഴിഞ്ഞാൽ അമ്മയുടെ നാട്, ഇപ്പോഴുള്ള മക്കൾക്കൊന്നും നാട്ടിൽ പോകുന്ന ഇതൊന്നും ഇല്ലല്ലോ. അമ്മയുടെ നാട് പത്തനംതിട്ടയാണ്, പത്തനാപുരം പ്രോപ്പറായിട്ട്. അപ്പം ഒരു വെക്കേഷൻ ടൈം എന്ന് പറയുമ്പോഴത്തേനും നാട്ടിൽ പോവാ. അവിടെ അമ്മയുടെ അമ്മയുണ്ടായിരുന്നു, അമ്മയുടെ അച്ഛന്റെ അമ്മയുണ്ടായിരുന്നു. അപ്പൊ ഒരു ജനറേഷൻ ഓഫ് ഒരു 5 തലമുറ ഒരേ വീട്ടിലുണ്ടായിരുന്നു. അപ്പൊ ആ സമയത്ത് ഓർമ്മകളൊക്കെ ഭയങ്കര നല്ലതാണ്. അത് നാട്ടുമ്പുറം എന്നൊക്കെ പറയുമ്പോഴത്തേന് ഇപ്പോഴുള്ള പിള്ളേർക്കൊന്നും അതിനെ പറ്റിയൊന്നും അറിഞ്ഞിടാം. ഞാനും ഒരു അമ്മയാണ്. അപ്പൊ അന്നത്തെ കാലത്തെ ഒക്കെ സ്ട്രഗിള് ഒക്കെ ആലോചിക്കുമ്പോഴത്തേന് ഇപ്പൊ ഒന്നും അറിയുന്നില്ല എന്നുള്ളതാണ്. ഇപ്പോഴും നമ്മുടെ പകുതി കൂടുതൽ കാര്യങ്ങൾ അമ്മമാര് തന്നെയാ ചെയ്തത്. എനിക്ക് രണ്ടുപേരും കുഞ്ഞു മക്കളാ. ഒരാൾക്ക് 6 വയസ്സ്, ഒരാൾക്ക് 2 വയസ്സ്. ഒരാള് സ്കൂളിൽ. അമ്മയെ പറ്റി പറയുമ്പോ ഉമ്മ എന്ന് പറയുന്ന സംഭവം ഭയങ്കര ഇമോഷണൽ ആണ്. ഒരുപാട് സ്ട്രഗിൾ ചെയ്താണ്. ഞങ്ങൾ 3 പെൺകുട്ടികളാണ്. അപ്പം ഞങ്ങളെ ഭയങ്കര സ്ട്രഗിൾ ചെയ്താണ് പുള്ളിക്കാരത്തി വളർത്തിയത്. ഫസ്റ്റില് ഞങ്ങളുടെ കുടുംബത്തിൽ തന്നെ എല്ലാരും പറയാറുണ്ട്, ഉമ്മ 3 പെൺമക്കളെ അല്ലേ ജനിപ്പിച്ചത്, എന്തുകൊണ്ട് ആൺകുട്ടികളില്ലാത്തോണ്ട് എങ്ങനാണ് എന്നുള്ള രീതിയില്. ഞങ്ങള് മൂത്ത ചേച്ചി സഹോദരി കല്യാണം കഴിപ്പിച്ചു വിട്ടു. ഞാനാണ് 2ാമത്തെ ആള്. ഇളയ ആളുണ്ട്. അപ്പം എല്ലാരും ചോദിക്കും, ഇനി 2 പെൺകുട്ടികളില്ലേ, എങ്ങനാ കാര്യങ്ങള്, 2 കുട്ടികളോട് കെട്ടിച്ച് വിടണ്ടേ? അപ്പൊ ഞാൻ പറയും, ആൺകുട്ടികളില്ലേ എന്താ കുഴപ്പോ, ഉമ്മാക്ക് പെൺകുട്ടികളില്ലേ, ഞങ്ങളില്ലേ, ഞങ്ങളെ ഞങ്ങളുടെ ഉമ്മായി നോക്കും. ഇനി ഞങ്ങളെ കൊണ്ട് എത്രത്തോളം നോക്കാൻ പറ്റും അത്രത്തോളം ഞങ്ങൾ ഉമ്മായി നോക്കും, ഉമ്മായി ഹാപ്പി ആയിട്ട് വെക്കും. അമ്മയെ പറ്റിയിട്ടുള്ള എന്തെങ്കിലും ഒരു ഓർമ്മയോ എന്തെങ്കിലും ഒന്ന് ഷെയർ ചെയ്താൽ മതി. അമ്മയെ പറ്റി പറയുമ്പോൾ എല്ലാവർക്കും ഓർമ്മയില്ലേ? ഞാൻ കുറച്ചു കാലം ഇവിടെ ഇല്ലായിരുന്നു, നാട്ടിലില്ലായിരുന്നു. അപ്പോ ഞാൻ അമ്മയെ ഏറ്റവും മിസ് ചെയ്യുന്ന അമ്മ ഉണ്ടാകുന്ന ഫുഡാണ്. എനിക്ക് ഞാൻ നാട്ടിൽ വരണമെങ്കിൽ അമ്മ വിളിക്കണം, അമ്മ ഇത് ഉണ്ടാക്കി വെച്ച് അത് ഉണ്ടാക്കി വെച്ചെന്ന് പറയാം. അപ്പോഴാണ് ഞാൻ ഫുഡ് കഴിക്കാൻ വേണ്ടി വരും. ഞാൻ കുറച്ചു കാലമേ ഇല്ല, 3-4 യാത്ര ഇവിടെ ഇല്ല. അപ്പം അമ്മയാണ് വൺ ഓഫ് ദ ബെസ്റ്റ്. ഞാൻ കണ്ട ഏറ്റവും വലിയൊരു നല്ല സ്ത്രീ അമ്മയാണ്. അമ്മ പ്രോൺസ് ഇല്ലേ, പ്രോൺ ഫ്രൈ ഉണ്ടാക്കും. ഞാൻ കുറെ സ്ഥലത്ത് പോയി കഴിച്ചു. പക്ഷെ ചിലപ്പോ ടേസ്റ്റ് നമുക്ക് ഇഷ്ടമുള്ളതുകൊണ്ടായിരിക്കും, അമ്മയുടെ ഫുഡ് അത്ര ഇഷ്ടമുള്ളതുകൊണ്ടായിരിക്കും, അല്ലെങ്കിൽ അമ്മ ഇഷ്ടമുള്ളതുകൊണ്ടായിരിക്കും. ബാക്കി എല്ലാവരും ചിലപ്പം വലിയ 5 സ്റ്റാർ 7 സ്റ്റാർ ഹോട്ടലൊക്കെ ഉണ്ടായിരിക്കും, പക്ഷെ അമ്മ ഉണ്ടാക്കിയ സ്നേഹമുള്ളതുകൊണ്ടായിരിക്കും. അമ്മ നല്ല അമ്മയാണോ? കഴിക്കാൻ എല്ലാം വാങ്ങിച്ചു തരുമോ? ഐസ്ക്രീം ഒക്കെ വാങ്ങിച്ചു തരുമോ? അടി തരാറുണ്ടോ? കല്യാണം കഴിഞ്ഞാൽ നമ്മൾ ഏറ്റവും കൂടുതൽ മിസ് ചെയ്യുന്നത് അമ്മ ഉണ്ടാക്കുന്ന ഫുഡാണ്. പിന്നെ നമുക്ക് വയ്യാതാവുമ്പോ ഒക്കെ അമ്മേനെയാണ് ഏറ്റവും മിസ് ചെയ്യുന്നത്. അല്ല, നമ്മളെ വീട്ടിൽ വന്നാൽ നമ്മൾ വെച്ച് കഴിച്ചാലേ കിട്ടത്തുള്ളൂ. വീട്ടിൽ തിരിച്ച് അമ്മയുടെ അടുത്ത് എത്തുമ്പോഴാണ് നമുക്കൊന്ന് ഫ്രീ ആവുന്നത്. പിന്നെ നമ്മളെ കുട്ടികളെ ഏറ്റവും സുരക്ഷിതമായി ഏൽപ്പിക്കാൻ പറ്റുന്നത് നമ്മുടെ അമ്മയുടെ അടുത്താണ്. നല്ല മെമ്മറീസ് എന്ന് പറഞ്ഞാൽ അമ്മ ഉണ്ടാക്കുന്ന ഫുഡ് തന്നെ. ബ്രോയുടെ കല്യാണം കഴിഞ്ഞോ? അതോ? ഇല്ലില്ല, ആഗ്രഹമുണ്ട്. അമ്മ സമ്മതിക്കണില്ലേ? എനിക്ക് പറയാനാണെങ്കിൽ ഒരുപാടുണ്ട്. അതിന് എന്തെങ്കിലും ഒരു മെമ്മറി ഷെയർ ചെയ്യാവോ? അമ്മേരെ അടി കിട്ടിയ ഒരു കഥയാവോ? ഇപ്പോഴും കിട്ടും. ഇപ്പോഴും കിട്ടിക്കൊണ്ടിരിക്കുകയാണെന്ന്. ഇപ്പൊ പോകാൻ താമസം ഇപ്പൊ ഉടനെ കിട്ടും. വീട്ടിലുണ്ട്. കോള് വന്നോ? ഇല്ലില്ല, സമയമായിട്ട്. ഇപ്പോഴും വിളിക്കും, എവിടെയാണെന്ന് ചോദിക്കും. പക്ഷെ എത്ര താമസിച്ചാലും താത്തയും. ഒരു അമ്മയ്ക്ക് മാത്രമല്ലേ പറ്റുള്ളൂ, ആർക്കും പറ്റില്ല. പിന്നെ ഫുഡും ഇതേപോലെ കഴിച്ചിട്ടുണ്ടോ ഇല്ലെന്ന് ചോദിച്ചില്ലെങ്കിൽ പോലും വീട്ടിൽ വെച്ചിരിക്കും. അത് ശരിയാണ്. അതെ, നമ്മൾ വന്നിട്ടേ ഉറങ്ങുള്ളൂ. അതെ, അഫ്കോഴ്സ്. എന്റെ അമ്മ ഇപ്പോഴും എന്താ പറയാ, വേറെ ഒന്നല്ല, അമ്മ ഇപ്പോഴും ബെഡ് റെസ്റ്റില്ല. അപ്പൊ ഇപ്പോഴും ഞാൻ വരുന്നുണ്ടെങ്കിൽ ഉറങ്ങത്തുള്ളൂ. അപ്പൊ നേരത്തെ പോകാറുണ്ട്, ചിലപ്പോ ചില കാരണങ്ങളാൽ താമസിച്ചും പോകാറുണ്ട്. അപ്പോഴും വിളിച്ച് വന്നോ നോക്കിയാൽ സമാധാനം ഉണ്ടാകും. അതായത് അമ്മയെ പറ്റി അമ്മയുടെ മുമ്പിൽ നിന്നിട്ട് സംസാരിക്കാനുള്ള ഒരു അവസരമാണ്. പോകുമ്പോ ഐസ്ക്രീം വാങ്ങിച്ചു തരും. എന്തായാലും പറഞ്ഞോ അമ്മയെ പറ്റി. അമ്മയെ പറ്റി പറയുമ്പോ ഫസ്റ്റ് പറയുന്നത് ഇന്ന റിസൾട്ട് SSLC റിസൾട്ട് ആണല്ലേ? ഫുള്ള് സപ്പോർട്ടായിരുന്നു.
വേറെ ഇങ്ങനെയൊന്നും ഇല്ലേ, വഴക്കൊന്നും പറഞ്ഞില്ല. ഈ റിസൾട്ട് അറിഞ്ഞതിന്റെ ട്രീറ്റ് ആണ് ഇവിടെ. അതിന്റെ ട്രീറ്റ് എന്ന് പറയുമ്പോ മെയിൻ ആയിട്ട് വീട്ടിലെ ഫുഡാണല്ലോ നമ്മളെ മെയിൻ ഫസ്റ്റ് വരുന്നത്. അമ്മ ഉണ്ടാക്കുന്ന ഏറ്റവും കൂടുതൽ ഇഷ്ടമുള്ള ഫുഡ് ഏതാ? എന്തെങ്കിലുമൊക്കെ പെട്ടെന്ന് തട്ടിക്കൂട്ടി ഉണ്ടാക്കുന്ന ഫുഡൊക്കെ സൂപ്പറാണ്. കൊറേ ടൈം ഇങ്ങനെ എടുത്ത് ഇങ്ങനെ യൂട്യൂബൊക്കെ റെഫർ ചെയ്ത് അങ്ങനെ നോക്കുമ്പോ എന്തെങ്കിലുമൊക്കെ അവിടെ ഇവിടേക്ക് എന്തെങ്കിലുമൊക്കെ മിസ്റ്റേക്ക്, പെട്ടെന്ന് സമയമില്ലാത്തപ്പോ പെട്ടെന്ന് തട്ടിക്കൂട്ടി ഉണ്ടാക്കുന്ന ഫുഡൊക്കെ സൂപ്പറാണ്. അമ്മയുടെ ലാസ്റ്റ് അടി കിട്ടിയത് അങ്ങനെ അടിക്കാറില്ല. ഉമ്മമാര് മെയിൻ ആയിട്ട് വാഗൊണ്ടാണല്ലോ, അല്ലാണ്ട് അങ്ങനെ അടിക്കാറില്ല. മദറിനെ പറ്റിയിട്ട് എന്തെങ്കിലും ഒരു മെമ്മറി ഷെയർ ചെയ്യാൻ പറ്റുമോ? മദർ ഇപ്പൊ നിലവിലില്ല, മരിച്ചുപോയി. അത് ഇപ്പൊ നാളെയാണ് ഉമ്മയുടെ മരിച്ചിട്ട് ഉമ്മയുടെ ഒരു ഇത് വരുന്നത്, ആണ്ട് വരുന്നത്. ആ ഒരു വർഷം ഉണ്ടല്ലോ, അതിനെ കുറിച്ച് എപ്പോഴും പറയുമ്പോ പെട്ടെന്ന് കണ്ണ് നിറയും. അത് അത് എല്ലാം ഇഷ്ടം തന്നെ. സ്പെഷ്യൽ ആയിട്ട് എന്തെങ്കിലും ഉമ്മയാണോ ഉപ്പയാണോ കൂടെ നന്നായിട്ട് ഫുഡ് ഉണ്ടാക്കുന്നത്? രണ്ടുപേരും നന്നായിട്ട് ഉണ്ടാക്കാൻ. ഞങ്ങള് 3 പെൺമക്കളാണ്. അപ്പോ ഞങ്ങൾ ഓരോരുത്തരുടെ മാരേജിന് അമ്മ അങ്ങേയറ്റം നമ്മുടെ ഓരോ ഇഷ്ടം, അതായത് നമ്മുടെ റൂമില് ഒരു ടേബിൾ മാറ്റ് മുതല് ഒരു ബോട്ടില് വരെ ഏത് കളർ വേണോ അതിന് വേണ്ടിയിട്ട് കടയൊക്കെ കയറി ഇറങ്ങി അങ്ങേയറ്റം അതെനിക്കൊരിക്കലും മറക്കാൻ പറ്റില്ല അമ്മയെ കുറിച്ച്. കാരണം ആൾക്ക് വയ്യാത്തതാണ്, പ്രഷറും ഷുഗറും ഒക്കെ കുഞ്ഞനാൾ മുതലേ വന്നതാണ്. ഷീ വാസ് ഇൻ 26 പ്രഷർ വന്നതാണ്. അപ്പൊ കുറെ നേരം ഒന്നും അങ്ങനെ നിൽക്കാനൊന്നും പറ്റുന്ന ആളൊന്നും അല്ല, ഓക്കെ ആണ്. പക്ഷെ എന്റെ കല്യാണ സമയത്ത് ഓൾറെഡി നമ്മുടെ റൂം ഡെക്കറേറ്റ് ചെയ്തതിന് കുറെ സാധനങ്ങൾ ആദ്യമേ മേടിച്ചായിരുന്നു. ബട്ട് പിന്നെ എനിക്ക് പിങ്കിനോട് ഒരു ഇഷ്ടം തോന്നിയപ്പോ അത് വാങ്ങിച്ചതിന്റെ എക്സ്പെൻസ് ഒന്നും നോക്കാതെ എല്ലാം പിങ്ക് കളറിലാക്കാൻ വേണ്ടിയിട്ട് കുറെ പിന്നെ അപ്പൊ ഞാൻ ഓക്കെ ഇറ്റ്സ് ഓക്കെ എന്ന് പറഞ്ഞിട്ട് ഇല്ല നിന്റെ ഇഷ്ടമില്ലേ എന്ന് പറഞ്ഞിട്ട് രണ്ടാമതും പോത്തീസിൽ പോയിട്ട് ഓരോ ചെറിയ ചെറിയ സാധനങ്ങൾ ആ കളറിൽ എടുക്കാനായിട്ട് വീണ്ടും എന്റെ ഇഷ്ടത്തിനോട് നിന്നു. അപ്പൊ അതെനിക്ക് ഒരിക്കലും മനസ്സിലാക്കാൻ പറ്റും. ഏറ്റവും ചെറിയ കാര്യമാണ്, ഓരോരുത്തർക്കും ഓരോ ഇങ്ങനത്തെ ചെറിയ കാര്യങ്ങളൊക്കെ സ്പെഷ്യൽ ആയിട്ട് ഉമ്മച്ചി ചെയ്തിട്ടുള്ളതിൽ വെച്ച് ഏറ്റവും ചെറിയ കാര്യമാണ്. ബട്ട് ഇറ്റ്സ് ഓൾവേസ് ഇൻ മൈ ഹാർട്ട്. എന്തെങ്കിലും പറഞ്ഞോ ചേട്ടാ? കാരണം ആളുടെ അമ്മ ഇപ്പൊ ഇല്ല, ഗൾഫിലാണ്. മിസ് ചെയ്യുന്നുണ്ടോ? എത്ര നാളെ പോയിട്ട്? ഒരു മാസം കഴിഞ്ഞു. 1 മാസം ആയല്ലോ. എല്ലാവർക്കും മദേഴ്സ് എന്ന് പറയുമ്പോൾ വളരെ സ്പെഷ്യൽ ആയിരിക്കും. അതുപോലെ എനിക്കും എന്റെ മദറിനെ സ്പെഷ്യൽ, അതോടൊപ്പം എന്റെ ഗ്രാൻഡ് മദറിനും സ്പെഷ്യലാണ്. പക്ഷെ ഇപ്പോഴത്തെ ഒരു സിറ്റുവേഷനിൽ നമുക്ക് അതിനേക്കാളൊക്കെ ഉപരി നമ്മുടെ മദർ ആയ ഇന്ത്യയാണ് നമുക്ക് എല്ലാവർക്കും വലുത്. അപ്പം ഇപ്പോഴത്തെ ഒരു സിറ്റുവേഷനിൽ നമ്മുടെ ഇന്ത്യയെ നമ്മൾ എത്രത്തോളം സ്നേഹിക്കാൻ പറ്റുന്നോ അത്രത്തോളം സ്നേഹിക്കുക, ഇന്ത്യക്ക് വേണ്ടി നിൽക്കുക. ഒപ്പം ഇന്ത്യക്കായി നമ്മുടെ എല്ലാം രക്ഷകരായി നിൽക്കുന്ന സോൾജേഴ്സിനെ നമുക്ക് വേണ്ടി തന്ന കുറെ അമ്മമാരുണ്ടാവും. അവർക്ക് എല്ലാവർക്കും ഒരു ഹാപ്പി മദേഴ്സ് ഡേ. ഇന്നത്തെ ദിവസം എന്തായാലും നമുക്ക് ഒട്ടും മറക്കാൻ പറ്റൂല. ഇങ്ങനെ ഹെൽപ്പ് ചെയ്യുന്നതും അല്ലെങ്കിൽ ഇങ്ങനെ അമ്മമാരായിട്ടൊക്കെ ഇന്ററാക്ട് ചെയ്യുന്നതൊക്കെ ഫസ്റ്റ് ടൈമാണ്. അപ്പം അതിന്റെ സന്തോഷം എനിക്ക് പേഴ്സണലി എനിക്ക് നല്ല സന്തോഷം ഉണ്ടായിരുന്നു. കാരണം ഓരോ സ്ഥലത്ത് പോയിട്ട് ഇപ്പൊ അമ്മമാരെ കണ്ട് അവർക്ക് ഫുഡ് കൊടുക്കുമ്പോൾ അവർ ചിരിക്കുന്നതൊക്കെ കാണുമ്പോൾ അത്രയും ചിരിക്കുന്നത് മാത്രം. ഇപ്പൊ ഞങ്ങൾ കൊണ്ടുപോയത് ലിമിറ്റഡ് ആയിട്ട് കുറച്ച് ഫുഡാണ്, അതായത് ഒരു 15 പേർക്ക് കണക്കാക്കിയിട്ടാണ് ഞങ്ങൾ ഫുഡ് കൊണ്ടുപോയത്. പക്ഷെ ചില ആൾക്കാരൊക്കെ കാണുമ്പോൾ വെച്ച് കഴിഞ്ഞാൽ അവർ ഇങ്ങോട്ട് നമ്മുടെ അടുത്ത് ചോദിക്കും, അതായത് ഒന്നും കൂടെ ഉണ്ടോ? കാരണം അത് അവർക്ക് ചുമ്മാ വാങ്ങുന്നതല്ല, ഇപ്പൊ അവരുടെ വീട്ടില് ഒരാളും കൂടെ ഉണ്ടായിരിക്കും. അപ്പം അവരും ഇതുപോലെ ഫുഡ് കിട്ടാതെ ഇരിക്കുന്ന ആൾക്കാരായിരിക്കും. അവരുടെ സാഹചര്യം അതാണ്. ഞങ്ങളെ കൊണ്ട് പറ്റുന്ന കുറച്ച് പേർക്ക് ഇന്നിങ്ങനെ ഒരു ഫുഡ് കൊടുക്കാൻ പറ്റിയതിൽ ഞങ്ങൾക്ക് ഒരുപാട് സന്തോഷമുണ്ട്. എന്തായാലും തുടർന്ന് ഇതുപോലത്തെ വീഡിയോസ് ഞങ്ങളുടെ ചാനലിൽ നിങ്ങൾക്ക് പ്രതീക്ഷിക്കാം. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണം, കമന്റ് ചെയ്യണം, ഷെയർ ചെയ്യണം. അതുപോലെ ഇതുപോലത്തെ കൂടുതൽ വീഡിയോസിനായി ഞങ്ങളുടെ ചാനൽ ഒന്ന് ഫോളോ ചെയ്യണേ.